ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ശരവണഭവായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഹരയേ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും അനന്താമൃതം കഥകളിലേക്ക് സുസ്വാഗതം. ശ്രീ പാമ്പൻ സ്വാമികൾ രചിച്ച ഷൺമുഖ കവചത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റാൻസ ഇന്ന് നമുക്ക് നോക്കാം. ഓം ശ്രീ മുരുകാ ശരണം. ഒന്നാമത്തെ സ്റ്റാൻസയിൽ ശ്രീ പാമ്പൻ സ്വാമികൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ശിരസിനെ ഭഗവാൻ കാത്തി രക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ, അതായത് രണ്ടാമത്തെ സ്റ്റാൻസയിൽ, ശിരസിൻ്റെ തന്നെ ഭാഗമായ നമ്മുടെ മുഖത്തുള്ള നെറ്റി, പുരികം, കണ്ണ് എന്നിവയെ കാത്തി രക്ഷിക്കണം എന്ന് പറയണ്. അങ്ങനെ പറയുന്ന സമയത്ത് ഓരോരോ രീതിയിൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ്, ഭഗവാന്റെ സ്തുതിഗണങ്ങള്, ഭഗവാന്റെ പെരുമകള് പറഞ്ഞുകൊണ്ടാണ് ഈ ഓരോ ഭാഗത്തെയും സംരക്ഷിക്കണം എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം വരികള് നോക്കാം. ആദിയാം കൈലൈ സെൽവൻ അണിനെற்றி தன்னை காக்க, தாதவிழ் கடப்பந்தாரான் தானிரு நுதலை காக்க, சோதியாம் தணிகை ஈசன் துரிசிலா விழியை காக்க, நாதனாம் கார்த்திகேயன் നാസിயை നയന്ത് കാക്ക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 3 ഭാഗങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓരോ വരിയിലും ഓരോ ഭാഗങ്ങൾ സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഭഗവാനെ തക്കതായിട്ട് സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ വരി, ആദിയാം കൈലൈ സെൽവൻ അണിനെற்றி തനെ കാക്ക. അതിൽ നെറ്റിയെ പറ്റിയിട്ടാണ് പറയുന്നത്. നെറ്റിയെ ഭഗവാൻ സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. ആ നെറ്റിക്ക് ഒരു വിശേഷണം കൊടുത്തു. എങ്ങനത്തെ നെറ്റിയാണ്? അണിനെറ്റി എന്ന് പറഞ്ഞു. തമിഴില് അണി എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ചിട്ടും ഈ കാവ്യങ്ങളൊക്കെ രചിക്കുമല്ലോ, കവിതകളൊക്കെ രചിക്കുമല്ലോ. അപ്പൊ അങ്ങനെ രചിക്കുമ്പോൾ തമിഴ് ഭാഷയില് അണി എന്നുള്ളതിന് ഭംഗി എന്നൊരർത്ഥമുണ്ട്, അതായത് അഴക് എന്നൊരർത്ഥമുണ്ട്. പിന്നൊന്ന് അലങ്കാരങ്ങൾ, അതായത് ഒരു വ്യക്തി തന്നെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉണ്ടല്ലോ. ഭഗവാനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാന് നിത്യം അഭിഷേകവും അലങ്കാരവും ഒക്കെ ഉണ്ടാവില്ലേ? അഭിഷേകം കഴിഞ്ഞാൽ പല വസ്തുക്കളെ കൊണ്ട് അഭിഷേകം ചെയ്യും. അങ്ങനെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാനെ അലങ്കരിക്കാൻ തുടങ്ങും. അങ്ങനെ അലങ്കരിക്കുമ്പോൾ എന്തൊക്കെയാണ്? വസ്ത്രം, നല്ല പട്ട് വസ്ത്രങ്ങൾ, പിന്നെ പൊന്നിൻ്റെയും രത്നത്തിൻ്റെയും ഒക്കെ ആഭരണങ്ങൾ, പിന്നെ പലതരത്തിലുള്ള ഭഗവാന് ഇഷ്ടപ്പെട്ട മാലകൾ, പിന്നെ ഭഗവാന്റെ ആയുധങ്ങൾ എന്താണെങ്കിൽ അതും വെക്കും. പ്രത്യേകിച്ചിട്ടും ശ്രീ മുരുകന് വേല് തീർച്ചയായിട്ടും വെക്കും. പിന്നെ കിരീടം, മുഖത്തും ദേഹത്തും ഒക്കെ ചന്ദന ചാർത്തുണ്ടാവും. കൈകളിലൊക്കെ അണികൾ ഉണ്ടാകും, അതായത് ആഭരണങ്ങൾ ഉണ്ടാകും. പിന്നെ ഓരോരോ ക്ഷേത്രങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി അനുസരിച്ചിട്ട് കാല് ചിലപ്പോൾ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ പാദം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുപോലെ കൈയും സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ അത് കൈ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. മുഖത്തിനും അതുപോലെ ആഭരണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു പലപ്പോഴും ശ്രീ മുരുകന്റെ ക്ഷേത്രങ്ങളിലൊക്കെ മുഖം ഭസ്മം പൂശിയത് മാതിരി ആയിരിക്കും പലപ്പോഴും ഉണ്ടായിരിക്കുക. ചന്ദനത്തിന്റെ അഭിഷേകം കഴിഞ്ഞിട്ട് ഭസ്മം പൂശിയതുപോലെയാണ് ഉണ്ടാവുക ആ മുഖത്ത്. എന്നിട്ട് പുരികവും കണ്ണും പിന്നെ ചുണ്ടുകളും ഒക്കെ വ്യക്തമായി അറിയുന്നത് പോലെ അലങ്കാരം ചെയ്യുന്ന ഒരു വൃത്തിയായി ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതാണ് അണി എന്ന് പറഞ്ഞാല്. പക്ഷെ ഇവിടെ പറഞ്ഞത് എന്താണ്? അണി നെറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോ നെറ്റിയിലുള്ള ആഭരണം,
ഒരു ഭക്തന് നെറ്റിയിലുള്ള ആഭരണം എന്താണ്? സ്വർണത്തിന്റെയോ രത്നത്തിന്റെയോ ചുട്ടികളൊക്കെയാണോ അവർക്ക് ആഭരണം? അല്ല, ഭസ്മമാണ് അവിടെ ആഭരണം. പ്രത്യേകിച്ചിട്ട് ശിവനെയും മുരുകനെയും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാര് എപ്പോഴും ഭസ്മമാണ് ധരിക്കുന്നത്. നമ്മൾ സാധാരണ കാലത്ത് ചന്ദനവും വൈകുന്നേരം ഭസ്മവും ധരിക്കും. വൈകുന്നേരം നാമം ചെല്ലുമ്പോൾ ഭസ്മം ധരിക്കും. ആ ഭസ്മം ചെറുതായിട്ടൊന്ന് നെറ്റിയിൽ തൊട്ടാൽ തന്നെ മുഖത്തിനൊരു ഐശ്വര്യമായി. അപ്പോൾ അതൊരു അണി തന്നെയാണ്, ഒരു ആഭരണം തന്നെയാണ്, ഒരു അലങ്കാരം തന്നെയാണ്. ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ അത്രയും വലിയ പ്രസന്നതയും ഐശ്വര്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഭസ്മക്കുറി വെക്കുന്ന സമയത്ത്. അണിക്ക് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. നിരയായത്, വരിയായത് എന്നൊക്കെ ഒരർത്ഥമുണ്ട്. അത് ഇവിടെ എങ്ങനെയാണ് ബാധകമാകുന്നത് എന്ന് നോക്കിയാല്, ഭസ്മം ചില ഭക്തന്മാര് വെള്ളത്തിൽ ഇങ്ങനെ കുഴച്ചിട്ട് 3 വിരലുകൾ കൊണ്ട് നെറ്റിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീട്ടി അങ്ങ് ധരിക്കും. അതിലൊരു കുങ്കുമപ്പൊട്ടോ നടുവിൽ ചന്ദനം വെച്ചിട്ട് പിന്നെ കുങ്കുമവും വെക്കും. ആ ഭസ്മം ഇട്ടാൽ തന്നെ 3 വിരലുകൾ ഇങ്ങനെ 3 നിരകളായിട്ട്, 3 റോസ് ആയിട്ട്, അതായത് 3 വരികളായിട്ട് അല്ലെങ്കിൽ 3 നിരകളായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ധരിക്കുന്നതും ഒരു വലിയ ആഭരണം തന്നെയാണ്. അങ്ങനെ ഭംഗിയായി ഭസ്മം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന എൻ്റെ നെറ്റിയെ കാക്കണം എന്നാണ് പറയുന്നത്. ആരാണ് കാക്കേണ്ടത്? അവിടെ ഭഗവാനെ എങ്ങനെയാ സ്തുതിച്ചിരിക്കണത് നോക്കുക. ആദിയാം കൈലൈ ശെൽവൻ. ശെൽവൻ എന്ന് പറഞ്ഞാല് കുമാരൻ, പുത്രൻ എന്ന അർത്ഥം. ഇവിടെ കുമരൻ ആരാണ്? ശ്രീ മുരുകൻ. ആരുടെ പുത്രൻ? ആദിയാം കൈലൈ. ആദി എന്ന് പറഞ്ഞാല് ആദ്യമായിട്ടുണ്ടായത്, അതായത് സൃഷ്ടി നടക്കുന്ന സമയത്ത് ആദ്യമായിട്ടുണ്ടായത് എന്താണ്? കൈലൈ എന്ന് പറഞ്ഞു. കൈലൈ എന്ന് പറഞ്ഞാൽ കൈലാസം. ഇവിടെ കൈലാസം എന്ന പദം കൊണ്ട് ആരെയാണ് സൂചിപ്പിച്ചത്? സാക്ഷാൽ ശ്രീ പരമശിവനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ആദിയായ, അതായത് പരമ്പൊരുളായ ദൈവം ശ്രീ പരമേശ്വരന്റെ ശെൽവൻ എന്ന് പറഞ്ഞാല് പുത്രൻ, അതായത് ശ്രീ മുരുകനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ശ്രീ പരമേശ്വരനെ ആദി ദൈവമാണെന്ന് പറഞ്ഞത് വെറുതെ ഒന്നുമല്ലല്ലോ. ഞാൻ നേരത്തെ തന്നെ ഉള്ള വീഡിയോയില് ഒരു കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൃഷ്ടി നടക്കുന്ന സമയത്ത് വിരാട് രൂപനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പൊക്കിളിൽ നിന്ന് താമരയുണ്ടായി. ആ താമരയിലാണ് ബ്രഹ്മാവ് ആദ്യം ഉണ്ടായത്. അപ്പം ബ്രഹ്മാവ് ചുറ്റും നോക്കിയപ്പോൾ വെള്ളം മാത്രമേ ഉള്ളൂ. വെള്ളത്തിലാണല്ലോ ഈ സൃഷ്ടിയൊക്കെ നടന്നത്. അപ്പോൾ അവിടെ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പൊ താനാണ് ആദ്യം ഉണ്ടായത് എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ, കാലം എന്ന് പറഞ്ഞാൽ എത്രയോ നൂറ്റാണ്ടുകളാണ് കേട്ടോ, അത് കഴിഞ്ഞപ്പോ മഹാവിഷ്ണുവിനെ കണ്ടുമുട്ടി. അപ്പൊ മഹാവിഷ്ണുവിനെ കണ്ടപ്പോ രണ്ടാളും കൂടിയിട്ട്, അതായത് ബ്രഹ്മാവ് പ്രത്യേകമായിട്ടും തർക്കമായി, നീയാണോ ആദ്യം ഉണ്ടായത്, ഞാനാണോ ആദ്യം ഉണ്ടായത് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തർക്കം തീർക്കാനായിട്ട് ശ്രീ പരമേശ്വരൻ ജ്യോതിർലിംഗമായിട്ട് അവിടെ ഉത്ഭവിച്ചു. എന്നിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, നീ പോയിട്ട് എൻ്റെ ശിരസ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് വാ. മഹാവിഷ്ണുവിനോട് പറഞ്ഞു, നീ എൻ്റെ പാദം എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് വാ. ആരാണോ ആദ്യം വരുന്നത് അവരാണ് ഇതിൽ ജയിച്ച ആള്, അവരാണ് ആദ്യം ഉണ്ടായ വ്യക്തി എന്ന് ശ്രീ പരമേശ്വരൻ പറഞ്ഞു. മഹാവിഷ്ണു പരിശ്രമിച്ചു, മഹാവിഷ്ണുവിന് പറ്റിയില്ല. വന്ന് സത്യം പറഞ്ഞു ശ്രീ പരമേശ്വരൻ്റെ അടുത്ത്, എനിക്ക് പറ്റിയിട്ടില്ല, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ബ്രഹ്മാവിന് ആദ്യം 5 തലയായിരുന്നു. ബ്രഹ്മാവ് അവിടെയൊക്കെ പോയി തെരഞ്ഞിട്ട് ഒന്നും കണ്ടില്ല. അപ്പോൾ താഴമ്പൂവിനെ വഴിയിൽ കണ്ടു. അപ്പൊ ആ താഴമ്പൂവിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ശ്രീ പരമേശ്വരൻ്റെ അടുത്ത് വന്നിട്ട്, അങ്ങയുടെ ശിരസിൽ ചൂടിയിട്ടുണ്ടായിരുന്ന താഴമ്പൂവാണിതാ ഞാൻ കണ്ടിരിക്കണത്, ആ താഴമ്പൂവിനെ സാക്ഷിക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നുണയാണെന്ന് ഭഗവാന് മനസ്സിലായി. അപ്പോഴാണ് ഈ ബ്രഹ്മാവിൻ്റെ ഒരു ശിരസിനെ
ശ്രീ പരമേശ്വരൻ അറുത്ത് കളഞ്ഞത്. താഴമ്പൂവ് ഇനി മുതൽ ശ്രീ പരമേശ്വരനെ പൂജയ്ക്ക് എടുക്കാൻ പാടില്ല എന്നും ഭഗവാൻ കൽപ്പിച്ചു. അപ്പോൾ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നു, ഇവർ രണ്ടാളും ഉണ്ടാവണേന് മുന്നേ തന്നെ ശ്രീ പരമേശ്വരൻ പ്രപഞ്ചത്തില് ഉണ്ട്. പ്രപഞ്ചം തന്നെയാണ് ശ്രീ പരമേശ്വരൻ. അതുകൊണ്ടാണ് ശ്രീ പരമേശ്വരനെ സൂചിപ്പിക്കുമ്പോ ആദിയാം കൈലയിൽ എന്ന് പറഞ്ഞത്. അപ്പൊ നെറ്റിയെ സംരക്ഷിക്കേണ്ടത് ആരാണ്? ശ്രീ പരമേശ്വരന്റെ സുപുത്രനായ ശ്രീ മുരുകനാണ് നെറ്റിത്തടത്തെ കാത്തുരക്ഷിക്കേണ്ടത് എന്ന് സ്വാമികൾ ഇവിടെ പറയുന്നു. അടുത്ത വരി നോക്കാം. താതവിൾ കടപ്പന്താറാൻ താനിര് നുതലൈ കാക്ക. നുതലൈ എന്ന് പറഞ്ഞാല് പുരികക്കൊടികൾ. ഇരു നുതലൈ എന്ന് പറഞ്ഞു. അപ്പൊ 2 പുരികക്കൊടികളുണ്ട്. ആ 2 പുരികക്കൊടികളെയും ഭഗവാൻ കാത്തരുളണം. എങ്ങനത്തെ ഭഗവാനാണെന്ന് പറയുന്നതിന് അതിന് മുന്നേ പുരികക്കൊടികളെ പറ്റി ഒന്ന് പറയുക. എന്താണ് പുരികത്തിന് ഇത്ര പ്രാധാന്യം? പുരികമില്ലാത്ത മുഖം എന്തോ ഒരു മാതിരി ഉണ്ടാവും അല്ലേ? അതൊന്ന് അവിടെ ഇരിക്കട്ടെ. പുരികത്തിനെ കൊണ്ടുള്ള ശരിയായിട്ടുള്ള പ്രയോജനം എന്താണ്? കഠിനമായി അധ്വാനിക്കുന്നവർക്ക് നെറ്റിയിൽ വിയർപ്പ് പൊടിയും. ആ വിയർപ്പ് കണ്ണിൽ പെടാതെ, പൊടിപടലങ്ങള് കണ്ണിൽ പെടാതിരിക്കാന് ഈ പുരികത്തിലുള്ള രോമങ്ങള് സഹായിക്കും. കൺപീലികളുണ്ട്. അതിനു പുറമെ ഒരു സംരക്ഷണമാണ് ഈ പുരികക്കൊടികള്. പിന്നെയോ ഒരാളുടെ പുരികത്തിന്റെ ചലനം വെച്ചിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പുരികം ഉയർത്തുക അല്ലെങ്കിൽ പുരികം അങ്ങനെ ചെറുതാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് വെച്ചിട്ട് ഒരാളുടെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു വികാരം പ്രകടിപ്പിക്കാനും ഈ പുരികങ്ങള് സഹായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള പുരികത്തിനെ ഭഗവാൻ രക്ഷിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. ആ ഭഗവാൻ എങ്ങനെയുള്ള ഭഗവാനാണെന്ന് അവിടെ പറയണ്. താതവിൾ കടപ്പൻ താറാൻ. താതവിൾ, താത് അവിൾ എന്ന് മനസ്സിലാക്കണം. താത് എന്ന് പറഞ്ഞാല് തേന്. തേൻ നിറഞ്ഞ കടപ്പൻ താറാൻ. കടമ്പ വൃക്ഷത്തിന്റെ പൂക്കള് പന്ത് പോലെയാണ് ഉണ്ടാകുക. മുരുകന് വലിയ ഇഷ്ടമുള്ള പൂക്കളാണ് കടമ്പ പുഷ്പങ്ങള്. ആ പുഷ്പത്തിന് വലിയ മണമാണ്. പിന്നെ നമ്മുടെ ഈ സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ, പെർഫ്യൂംസ് എന്ന് പറയില്ലേ, അതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളില് ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ പൂക്കള് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ താതവിൾ കടപ്പൻ താരാന്ന് പറഞ്ഞു. അപ്പൊ ഈ പുഷ്പത്തിന്റെ മാല, കടപ്പൻ താരാൻ, ആ മാല അണിഞ്ഞിട്ടുള്ള ഭഗവാനെ. താത അവിൾ എന്ന് പറഞ്ഞത് എന്താണ്? തേന് ഊറുന്ന എന്നർത്ഥം. താത് എന്നുള്ളത് തേനാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ താത അവിൾ എന്ന് പറയുമ്പോ തേൻ ഊറുന്ന, മെല്ലെ പൂക്കൾ വിരിഞ്ഞു വരുമ്പോഴാണ് അതിൽ തേന് നിറയെ ഉണ്ടാവുക. ആ സമയത്താണ് അതിന് നല്ല മണവും ഉണ്ടാവുക. അങ്ങനെയുള്ള പുഷ്പങ്ങളാണ് മാല കെട്ടാനായിട്ട് ഭഗവാന് ഉപയോഗിക്കുന്നത്. ആ പൂക്കളുടെ മാല ധരിച്ചിരിക്കുന്ന ഭഗവാനെ എൻ്റെ പുരികക്കൊടികൾ കാക്കേണമേ എന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അടുത്ത വരി നോക്കാം. ശോതിയാം തണികൈ ഈശൻ തുരിശിലാ വിഴിயை കാക്ക. ശോതിയാം തണികൈ ഈശൻ തുരിശിലാ വിഴിயை കാക്ക. ശോതിയാം എന്ന് പറയുമ്പോൾ ജ്യോതി. ആരാണ് ജ്യോതി? തണികൈ ഈശൻ. തണികൈ മലൈ മുരുകന്റെ 6 പടൈ വീടുകളിൽ ഒന്നാണല്ലോ തിരുത്തണി എന്ന് പറയുന്ന തണികൈ മലൈ. ആ മലയിൽ വാണരുളുന്ന ശ്രീ മുരുകൻ ജ്യോതിയാണെന്നാണ് പറയുന്നത്. അത്രയും പ്രകാശം പരത്തുന്ന മുരുകൻ. ശോതിയാം തണികൈ ഈശൻ എന്നാണ് അവിടെയും പറഞ്ഞത്. ഈശൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രീ പരമേശ്വരനാണ്. അപ്പോൾ ഈ സ്തുതിയിൽ ഉടനീളം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മുരുകനും ശ്രീ പരമേശ്വരനും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ആ ഭഗവാൻ എന്ത് ചെയ്യണം എന്നാ പറയണത്? തുരിശിലാ വിഴിயை കാക്ക്. വിഴി എന്ന് പറഞ്ഞാൽ കണ്ണുകൾ. എൻ്റെ കണ്ണുകളെ
ഭഗവാൻ കാക്കണം. എങ്ങനത്തെ കണ്ണുകളാണ് കാക്കേണ്ടത്? കളങ്കമില്ലാത്ത കണ്ണ്. കണ്ണിനെന്താ കളങ്കം? കളങ്കിതമായ ദൃശ്യങ്ങൾ കണ്ടാൽ കണ്ണ് കളങ്കിതമായി. കണ്ണുകൾ എന്തിനാണ് തന്നിരിക്കുന്നത്? ഭഗവാനെ കാണാനും ഭഗവാന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കാനും ഭഗവത് കീർത്തനങ്ങൾ വായിക്കാനും ഭഗവത് ഭക്തന്മാരെ കാണാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണക്കാര് എപ്പോഴും ജീവിതത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് ഇത് മാത്രമാണോ കാണുന്നത്? അല്ല, നിത്യജീവിതത്തിൽ നമുക്ക് വേണ്ട ജോലികൾ ചെയ്യാനും കണ്ണുകൾ വേണം. പക്ഷേ ഈ കണ്ണുകൾ ഉപയോഗിച്ച് ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ആ കണ്ണ് കളങ്കപ്പെട്ടു. അപ്പൊ കളങ്കപ്പെട്ട കണ്ണിനെ കാക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ അവിടെ? കളങ്കമില്ലാത്ത എൻ്റെ കണ്ണുകളെ കാത്തുരക്ഷിക്കണേ എന്ന് പറയാണ് ഇവിടെ. കളങ്കമില്ലാത്ത എൻ്റെ കണ്ണെന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉറപ്പിക്കണത്? ഞാൻ ആ വഴിക്കൊന്നും പോകാറില്ല, ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നുള്ളൂ എന്ന് അവിടെ ഉറപ്പിച്ചു പറയാണ്. അടുത്ത വരിയിൽ എന്താ പറയണ നോക്കാം. നാദനാം കാർത്തികേയൻ നാസിയെ നയന്ത് കാക്ക്. നാസി എന്ന് പറഞ്ഞാൽ മൂക്ക്. നമ്മുടെ മൂക്ക് കൊണ്ട് നമ്മൾ ശ്വാസം വലിക്കുന്നു. ആ ശ്വാസമാണല്ലോ ജീവന്റെ അടിസ്ഥാനം. പിന്നെ മറ്റൊന്ന് എന്താണ്? മണങ്ങളൊക്കെ തിരിച്ചറിയുന്നു. പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നാണ്. പഞ്ചേന്ദ്രിയങ്ങളൊക്കെ നേരെ പ്രവർത്തിച്ചാലേ നമുക്ക് സംരക്ഷണമുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള എൻ്റെ നാസികയെ ഭഗവാൻ നയന്ത് കാക്ക് എന്ന് പറഞ്ഞു. നയന്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വളരെ സ്നേഹത്തോടു കൂടി അതിനെ കാക്കണം എന്ന് പറയണം. ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു അവയവം കൂടിയാണല്ലോ നാസിക. അപ്പോൾ ആ നാസികയെ ഭഗവാൻ വളരെ പ്രേമത്തോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി കാത്തുരക്ഷിക്കണം എന്ന് പറയുകയാണ്. ശ്രീ മുരുകനെ എങ്ങനെ ഇവിടെ സംബോധന ചെയ്തത്? നാദനാം കാർത്തികേയൻ. ഭഗവാന്റെ മറ്റൊരു പേരാണല്ലോ കാർത്തികേയൻ. കാർത്തിക ദേവിമാരാണല്ലോ ശ്രീ മുരുകനെ കുഞ്ഞായിരിക്കുമ്പോൾ പരിപാലിച്ചത്. അപ്പൊ അതുകൊണ്ട് ശ്രീ മുരുകന് കാർത്തികേയൻ എന്ന പേരുണ്ടല്ലോ. ആ കാർത്തികേയൻ ആരാണ്? നാഥനാണ്. നാഥൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ശ്രീ മുരുകനാണ്. അതുകൊണ്ട് കാർത്തികേയൻ നമ്മുടെ ഒക്കെ നാഥനാണ്. അങ്ങനെയുള്ള നാഥൻ എൻ്റെ നാസിക കാത്തരുളണം എന്ന് ഇവിടെ ആവശ്യപ്പെടുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഒന്നും മറക്കരുത്. എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്ന് ഉണ്ടാവണമെന്ന് ഞാൻ വളരെയധികം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത സ്റ്റാൻസയുമായിട്ട് വരാം. അതുവരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം ശ്രീ മുരുകാ ശരണം.